ഹലോ ഗായ്സ്, ഇപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഒരു ചെറിയ ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. സമയം 4:45 ആവാനായി. അല്ലുമോനതാ ഇൻട്രോ പറയാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. പല്ലൊന്നും തേച്ചിട്ടില്ല, അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻട്രോ നമ്മൾ തന്നെ പറയാമെന്ന് കരുതി. കുറേ കാലത്തിന് ശേഷം യൂട്യൂബിൽ വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മസനഗുഡി വഴി ഊട്ടിയിലോട്ടാണ്. ഇത് 2 വ്ളോഗായിട്ട് ഇടാനാണ് ആഗ്രഹിക്കുന്നത്. കഴിയുന്നത് നോക്കാം. നാട്ടിൽ നിന്ന് നേരിട്ടുള്ള റൂട്ട് ഊട്ടിയിലോട്ടുള്ളത് നിലമ്പൂർ കൂടല്ലൂർ ചുരം കയറിയിട്ടാണ്. എളുപ്പമുള്ള റൂട്ട് അതാണ്. പക്ഷേ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് സുൽത്താൻ ബത്തേരി പോയിട്ട് അവിടുന്ന് ഗുണ്ടൽപേട്ട, ബന്ദിപ്പൂർ, മുതുമലൈ, മസനഗുഡി, ഊട്ടി ഈ ഒരു റൂട്ട് പിടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു റൂട്ടിലെല്ലാം ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയയിൽ ഒരുപാട് ആനിമൽസിനെ കാണുക, ആ ഏരിയ കവർ ചെയ്യുക, മസനഗുഡിയിൽ സ്റ്റേ ചെയ്യുക എന്ന ഉദ്ദേശം വെച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പോണ വഴിയാണ്, ഞങ്ങളുടെ നാട്ടിലെ ചെമ്മാട് വഴിയാണ് ഞങ്ങൾ പോകുന്നത്. നേരെ ഹൈവേക്ക് ടച്ച് ചെയ്തിട്ട് ഏകദേശം 1.5 മണിക്കൂറുണ്ട് താമരശ്ശേരി ചുരത്തുമേക്ക് യാത്ര ചെയ്യാൻ നാട്ടിൽ നിന്ന്. ഫൈനലി നമ്മൾ വയനാട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ചുരത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ സമയം ഒരു 6:30 ആയി കാണും. രാവിലത്തെ റൈഡേഴ്സും അതേപോലെ ഒരുപാട് ബൈക്കിൽ യാത്ര ചെയ്യുന്നവരെ നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു. ഗായ്സ്, അങ്ങനെ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയിട്ട് വണ്ടി ഇതാ ഏതാ സ്ഥലം എന്നൊന്നും വിടാറില്ല. ഏതാണ് രസമുണ്ടാ? അതിനുള്ളിൽ എന്താ നോക്കാം, തുറന്നു നോക്കിയേ. ഒരാഴ്ച എന്താ കറിയാ? മസാല പൊട്ടണേ കറി. ചായ കുടിച്ചിപ്പോൾ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുത്തങ്ങയിൽ നിന്ന് ഗുണ്ടൽപേട്ടിലേക്കുള്ള തിരിയുന്ന ചെക്ക് പോസ്റ്റാണ് നിങ്ങൾ കണ്ടത്. ഈ റോഡിലാണ് നമ്മൾ അധികം ആനയെ കണ്ടത്. നിങ്ങൾ കാണുന്നുണ്ട്, ഞങ്ങൾ ആനയെ തപ്പി ഇങ്ങനെ പോകുമ്പോൾ റോഡ് സൈഡിൽ ആന പുല്ലുന്ന കണ്ടത്. അങ്ങനെ ഗുണ്ടൽപേട്ട എന്ന സ്ഥലത്ത് ഒരു സൺഫ്ലവറിൻ്റെ ഇത് കണ്ടപ്പോൾ ഞങ്ങളോട് വണ്ടി നിർത്തി അല്ലുവിൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ആ ഏരിയ ഗുണ്ടൽപേട്ട, ആ ഏരിയ ഫുള്ള് ഒരുവിധ സ്ഥലത്തൊക്കെ ഈ സൺഫ്ലവറിൻ്റെയും മല്ലികൻ്റെ ഒക്കെ കൃഷിയിടങ്ങളുണ്ട്. നമുക്കവിടെ കയറി ഫോട്ടോസ് എടുക്കാം. മഞ്ഞുണ്ട് അല്ലേ, മഞ്ഞ, ഓറഞ്ച്, ആ സെൻട്രൽ ഓറഞ്ച്. അങ്ങനെ ചായ കുടിക്കുകയാണ്. നമ്മളെ കൂടെ കർണാടകത്തിലുള്ള പിള്ളേരുണ്ട്, ഒരു ചേട്ടനുണ്ട്. എല്ലാവരും കൂടെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് കാറൊക്കെ നിർത്തിയിട്ട് ചായ ഉണ്ടാക്കി കുടിച്ചു. ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ടുള്ള പിന്നെ വരുന്ന ബന്ദിപ്പൂരിലേക്ക് കയറുന്ന മുന്നുള്ളൊരു ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ 70 രൂപയാണ് ഒരു വണ്ടിക്ക് ചാർജ് വന്ന്. അത് കഴിഞ്ഞിട്ടുള്ള റൂട്ടിലെല്ലാം മാനുകളായിരുന്നു കണ്ടിരുന്നത്. ഇതാണ് ടൈഗർ റിസർവ് ബന്ദിപ്പൂരിലുള്ള. ഇതുവഴി മുന്നോട്ട് ഫുള്ള് ഇനി ഫോറസ്റ്റാണ്. 2 സൈഡിലും നല്ല മരങ്ങളും തിങ്ങിയ കാടുകളും. മാത്രമല്ല ഇതുവരെ പോയ റൂട്ടിൽ മുത്തങ്ങയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ മാനും അതേപോലെ മയില്, സിംഹവാല, കുരങ്ങന്, കാട്ടുകോഴി ഇതൊക്കെ ഈ റൂട്ടിലുണ്ടായിരുന്നു. മാത്രമല്ല ഈ റൂട്ടിൽ നമുക്ക് വണ്ടി നിർത്തിയിട്ട് ആനിമൽസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ ആനിമൽസിൻ്റെ സ്വന്തമായിട്ടൊരു ഫോട്ടോ എടുക്കാനൊന്നും കഴിയില്ല. ഈ റൂട്ടിൽ വണ്ടി നിർത്തിയാൽ ഫൈനാണ്. അതവിടെ ആ റൂട്ടിൽ പോകുന്നവർക്ക് മനസ്സിലാവും. എല്ലായിടത്തും ഫോട്ടോ നോട്ട് അലൗഡ്, അതേപോലെ വണ്ടി നിർത്തരുത്, ആനിമൽക്ക് ഫീഡ് ചെയ്യരുത് എന്നൊക്കെ ബോർഡ് എഴുതിയിട്ടിട്ടുണ്ട്. മാത്രമല്ല അവിടെ എങ്ങാനും വണ്ടി നിർത്തുകയാണെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് നമുക്ക് നല്ലൊരു ഫൈന് കിട്ടും.
അതുകൊണ്ട് ആ റൂട്ടിൽ പോകുന്നവർ കഴിയുന്നതും വണ്ടി നിർത്താതെ സ്ലോ ആക്കിയിട്ട് എല്ലാ കാഴ്ചകൾ കണ്ട് നല്ല എക്സ്പീരിയൻസോട് കൂടി ഒരു ഫീലിങ്ങിൽ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോവുക. ഈ ഒരു റൂട്ടിലൂടെ ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു റൂട്ടാണ്. കഴിയുന്നതും ഈ റൂട്ടിലൂടെ വണ്ടി വളരെ സ്ലോവിൽ ഡ്രൈവ് ചെയ്ത് പോകുന്നതാവും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് രണ്ട് സൈഡിലുള്ള ആനിമൽസിനെ കാണാം. സ്പീഡ് പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. മാത്രമല്ല സഫാരിയുടെ വണ്ടി അത്യാവശ്യം കൂടുതലായിട്ട് ഈ റൂട്ടിലൂടെ പോകുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട് വലത് സൈഡിൽ ഒരു ആന നിൽക്കുന്നത്. നിങ്ങൾ പെട്ടെന്നാണ് ആ ശ്രദ്ധയിൽപ്പെട്ടത്. മാത്രമല്ല നമ്മൾ സ്പീഡ് പോവുകയാണെങ്കിൽ ഈ മാനൊക്കെ റോഡ് ക്രോസ് ചെയ്യുന്നത് വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ നമുക്ക് ചവിട്ടിയാൽ വണ്ടി കിട്ടൂല. അതുകൊണ്ട് ഏറ്റവും സ്ലോവിൽ രണ്ട് സൈഡിലെ കാഴ്ചകളും കണ്ടിട്ട് പോകുന്നതാവും ഏറ്റവും നല്ലത്. ഈ കാട്ടിലൂടെ ബൈക്കിൽ യാത്ര ചെയ്യാനുമായാലും കാറിൽ യാത്ര ചെയ്യാനായാലും ഭയങ്കര രസമുള്ളൊരു റൂട്ടാണ്. ആസ്വദിച്ച് നമുക്ക് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ബന്ദിപ്പൂരിൽ തന്നെ ആനകളൊക്കെ പരിപാലിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ആ റൂട്ടിൽ അതിൻ്റെ സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അന്നത് അവിടെ ക്ലോസ് ആയിരുന്നു. ആനകൾക്ക് തീറ്റയും മറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ആനകളെ ട്രെയിനിങ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലം. പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങോട്ട് കയറ്റി. ഒരുവിധം എല്ലാ ടൂറിസ്റ്റ് ആൾക്കാരും അങ്ങോട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെ ആയപ്പോൾ ഞങ്ങളും കയറ്റി. പക്ഷേ അന്ന് അവിടെ ആനകളൊന്നും ഇല്ലായിരുന്നു. അവിടെ പണി നടക്കുകയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ വന്നു. ഉച്ചഭക്ഷണം കഴിക്കാൻ അവിടെ തന്നെ ഒരു ഹോട്ടലിൽ കയറി. അവിടെ സാധാ ചോറ് തീർന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്ത്. 260 രൂപ ഒരു ബിരിയാണിക്ക്. പക്ഷേ ആ ബിരിയാണി ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഭയങ്കര വേസ്റ്റ് അനുഭവമായിരുന്നു. മറ്റുള്ള ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെടും. ഇവിടെ ഒരു പോലീസുകാരൻ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനുണ്ടാവും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഊട്ടിയിലേക്കുള്ള പാസ് എടുക്കണം. നിങ്ങൾ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഓൺലൈൻ വഴി എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാസ് എടുക്കാം. ഒരു വണ്ടിക്ക് വരുന്നത് 30 രൂപയാണ് ചാർജ് വരുന്നത്. ആളെ എണ്ണവും അതേപോലെ വണ്ടി നമ്പർ, ഏത് ദിവസം നമ്മൾ ഊട്ടിയിൽ നിന്ന് റിട്ടേൺ വരും അല്ലെങ്കിൽ ഊട്ടിയിൽ എത്ര ദിവസം നമ്മൾ സ്റ്റേ ചെയ്യും എന്നുള്ള കണക്കൊക്കെ അവിടെ കൊടുത്താൽ അവർ ഓൺലൈൻ വഴി അത് രജിസ്റ്റർ ചെയ്ത് തരും. ഇതാണ് ഞങ്ങൾ റിസോർട്ട്. മസനഗുഡിയിലാണ് ഈ റിസോർട്ട് വരുന്നത്. കാരണം ഞങ്ങളിവിടെ നിൽക്കാൻ കാരണം 5:30 മണിയായി ഞങ്ങൾ മസനഗുഡി എത്തിയപ്പോൾ. ഇനിയുള്ളത് ഊട്ടിയിലേക്കുള്ളതും ഫോറസ്റ്റ് ഏരിയ 1.5 മണിക്കൂറോളം യാത്ര ഉണ്ട്. അപ്പോൾ രാത്രി യാത്ര നടക്കില്ല. ഇവിടുത്തെ ചാർജ് വരികയെന്ന് വെച്ചാൽ 2,500. ഞങ്ങൾ 5 പേരുണ്ട്, 4 അഡൾട്ടും ഒരു ചൈൽഡും. ഞങ്ങൾ റൂം കാണിച്ചു തരാം. ഇവിടെ ഒരുപാട് റൂമുണ്ട് കേട്ടോ. സിംഗിള് റൂമും കട്ടനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കോമൺ ആയിട്ട് 1,800 റൂം എന്ന് പറഞ്ഞാൽ ബാത്റൂം ഇല്ലാതെ പുറത്ത് ഔട്ടിൽ ബാത്റൂം വരുന്ന ഒരു റൂമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇങ്ങനെയും ബെഡും കാര്യങ്ങളൊക്കെ വരുന്ന കിടക്കുന്ന ലോഡ്ജ് അല്ലെങ്കിൽ സ്റ്റേയുടെ ഒരു വീഡിയോ ആണ് കാണുന്നത്. ഇങ്ങനെ ഇത് ഏകദേശം മസനഗുഡി തന്നെ ടൗണിൽ തന്നെയാണ്. ഇത് ഏതോ ഒരു മലയാളീസ് നടത്തുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. കുഴപ്പമില്ല, നല്ലൊരു ആംബിയൻസും നല്ലൊരു ഗാർഡനുമായിട്ട് ടൗണിൽ നിന്ന് മാറിയിട്ട് ഒരു ചെറിയൊരു സംരംഭം. കുഴപ്പമില്ല. ഇതിൻ്റെ മുന്നേ ഇത് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ ചാർജ് പറഞ്ഞത് അവർ 1,700 ഇപ്പോൾ 2,500 അയക്കുന്നത്. അപ്പോൾ എല്ലാവരും വിളിച്ച് വരുമ്പോൾ നോക്കുക, റൂമൊക്കെ കാണിച്ചു തരാം. ഞങ്ങൾ ഫാമിലി റൂം എടുത്തുക്കണത്. റൂമിലെ ബെഡ് ഉണ്ട്, പിന്നെ ഒരു ടി വി ഫെസിലിറ്റീസ് ഉണ്ട്. ഞങ്ങൾ 5 പേര്, 2 പേർക്ക് ഇവിടെ താഴെ കിടക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. ബെഡ് 3 ആൾക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡ്, പിന്നെ ഒരു ഹാൻഡ് വാഷിങ് സൗകര്യം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പഴയ സെറ്റപ്പ്, കുഴപ്പമില്ല. ഈ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ബാത്റൂമാണ്. ബാത്റൂമിൻ്റെ സെറ്റപ്പാണ് നോക്കേണ്ടത്. കുഴപ്പമില്ലാത്ത ബാത്റൂമാണ്, ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും തരക്കേടില്ലൊരു ഓക്കെ ഫീലാണ്. കുഴപ്പമില്ല. ഓക്കെ, പ്രശ്നം കാര്യങ്ങളൊക്കെ വൃത്തിയുണ്ട്. ഇവിടെ ഹൈ പ്രൈസിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് വേർത്തായി തോന്നി. ഇതിനെക്കാട്ടി പ്രൈസ് കുറവുള്ള ബാത്റൂമോ മറ്റുള്ള അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന റൂമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മളെ റൂമിൻ്റെ ബെഡ് വരുന്നത്. ഒരു ഇരിക്കാനുള്ളൊരിതും വരുന്നുണ്ട്, ഒരു ഫാമിലിക്കുള്ള ഫുള്ളായിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു ടി വി വരുന്നുണ്ട്. പിന്നുള്ളതാണ് ബാൽക്കണി. അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള എൻട്രി. ഉള്ള വ്യൂ എങ്ങനെയുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ചെരുപ്പ് ഇട്ടിട്ടില്ല, ആകെ മുഷിഞ്ഞിങ്ങനെ. യാ മാഷാ അല്ലാഹ്. അപ്പോൾ നല്ല അടിപൊളി മലനിരകൾ കണ്ട്
തമിഴ്നാടിൻ്റെ തനതായ ഭംഗിയും ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു ഏരിയ നിങ്ങൾ കാണുന്നുണ്ടോ? ഏറ്റവും അതിമനോഹരമായ മലകൾ. അവിടെ അതാ കോടമഞ്ഞ്, മഴക്കുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ചാറുന്നുമുണ്ട്. നിലവിൽ ഇവിടെ ഒരു ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ വേനലിൻ്റെ സീസണാണ്, അതുകൊണ്ട് അങ്ങനെ കോടമഞ്ഞ് ഉണ്ടാവാറില്ല എന്ന് പറഞ്ഞു. ഇവിടെ ആണെങ്കിൽ തെച്ചിപ്പൂ, ഇതെന്ത് പോവാ, എന്തോ ഒരു പൂവുണ്ട്. അങ്ങോട്ട് ഭയങ്കര കുണ്ടാണ്. ഈ പ്രോപ്പർട്ടി ഇവരെ കീഴിൽ ആക്കി വെച്ചതാണെന്ന് തോന്നുന്നു. പിന്നെ നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. പിന്നെ ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് കുശലം പറയാൻ പറ്റിയ ചെയറുണ്ട് അവിടെ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഉക്കിൻ്റെ മൂത്തൊക്കെ തന്നെ അറിയാം, മുടിയൊക്കെ പാറുന്നില്ലേ. നല്ല കാറ്റുണ്ട് ഈ ഏരിയയിൽ. മഴ പെയ്യുമോ എന്നുള്ളൊരു സംശയം ഉണ്ട്. നമ്മൾ ഫുഡ് പറഞ്ഞിട്ടില്ലേ, ഫുഡ് ഇവിടെ അവരുണ്ടാക്കി തരാനുള്ള ഒരു ഓപ്ഷനും പറയുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ഉണ്ട്, നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ വണ്ടി ചെയ്താൽ ആ ഒരു ഗേറ്റ് കാണുന്നുണ്ടോ, ഒരു ഗേറ്റ് കാണുന്ന ടാങ്കി, വെള്ള ടാങ്കി കാണുന്ന അതിൻ്റെ താഴെയുള്ള ആ പാർക്കിംഗ് ഏരിയയിലാണ് വണ്ടി നിർത്തിയിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഈ റിസോർട്ടിലേക്ക് കയറ്റാനുള്ള സ്ഥലമല്ലേ. കാരണം ഇവിടെ നിട്ടാൽ വേറെ വണ്ടിക്ക് പോകാനും പറ്റില്ല. ഇതൊക്കെ ഒരു ഈ ഗ്രാമീണ ഏരിയയാണ്, ടൗൺ ഏരിയ എന്ന് വിട്ട് ഗ്രാമീണ ഏരിയയാണ് ഇതെല്ലാം. എല്ലായിടത്തും പശുവും കയറില്ലാത്ത പാടമൊക്കെയാണ് ഉള്ളത്. ഇന്ന് ഏറ്റവും ഭംഗി, ഇതിൻ്റെ ഭംഗി ഈ ഒരു വ്യൂ തന്നെയാണ്. ഇതെങ്ങനെ കണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭംഗി. ഒരു ചായ ഇട്ട് കുടിക്കുക എന്നുള്ള ഏറ്റവും ഭംഗി. ഇവിടുന്ന് നോക്കിയാൽ കുറേ പേര് അവിടെ വ്യൂ പോയിന്റിൽ കുറേ ഫാമിലീസ് ആണെന്ന് അറിയില്ല, നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല. ഇത്രയും നല്ല സ്ഥലത്ത് വണ്ടിയിലൊക്കെ ഫോട്ടോ എടുക്കുന്നവരുണ്ട്. ഇന്നത്തെ മെയിനായിട്ടുള്ള കന്നുകാലി വളർത്തലാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് നാക്കാലികളെ കാണുന്നുണ്ട്. വ്യൂ അല്ല വ്യൂ. ഇതാണ് നമ്മളെ റിസോർട്ടിൻ്റെ എൻട്രി. റിസോർട്ടെന്ന് അറിയില്ല, നമ്മളെ സ്റ്റേയുടെ എൻട്രി. കാർ ഇതാ അവിടെ നിർത്തിയിട്ടിട്ട് അപ്പുറം ക്രോസ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടാണ് നമ്മളെ വില്ല വരുന്നത്. ഇതെന്തോ അവരെ ഓഫീസും കാര്യങ്ങളാണ് തോന്നുന്നത്. മുന്നത്തെ പഴയ ബിൽഡിങ്ങാണ്. ഞങ്ങൾ കരുതി ഇതായിരിക്കും സ്റ്റേ എന്ന്. പക്ഷെ ഇതിൽ ഫോട്ടോ കാണുന്ന പോലെ അത്ര വൃത്തിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നടക്കും. പിന്നെ ഇവിടെ എന്ന് വെച്ചാൽ പുറത്ത് നല്ല സ്മെല്ലാണ്, ഉള്ളിലത്തെ മാതിരിയല്ല, ഭയങ്കര സ്മെല്ലാണ്. കാരണം ഈ തൊഴുത്തിൽ ഓരോ ആനിമൽസിനെയും ഓരോന്നിനെ പുറത്ത് വിട്ടിട്ട് ഭയങ്കര സ്മെല്ലാണ്. ചാണകമായിട്ടും ഭയങ്കര വൃത്തിഹീനായ ഒരു ഏരിയ പോലെ ഫീൽ ചെയ്ത്. പിന്നെ നല്ല റിസോർട്ട് നോക്കണം, നല്ല വൃത്തിയായിട്ടുള്ള ഏരിയയാണ്, നല്ല ക്യാഷും കൊടുക്കണം. അതിനെക്കാട്ടിയൊക്കെ നല്ല ഒരു ദിവസം യാത്രയ്ക്കല്ലേ നല്ല സെറ്റപ്പിൽ കിടക്കുന്ന, നല്ല ഇതിന് ബാക്ക് നല്ല ആംബിയൻസും ഉണ്ട്. പിന്നെ ഇത് കാണുന്ന നിങ്ങൾ കണ്ടോ, ഇതിന് താഴേക്ക് ഒരു റിസോർട്ടാണ്, അല്ല താഴേക്ക് ഒരു റിവറാണ്. പിന്നെ ഇവിടെ സൂര്യകാന്തിൻ്റെ ഒരു തോട്ടമുണ്ട്, കാണുന്നുണ്ടോ? അതൊന്നും ആയിട്ടില്ല. ഓക്കെ, ഞാൻ ഇവിടുന്ന് നടന്നു പോവാം സോപ്പ് വാങ്ങിക്കാൻ. സോപ്പ് കുളിക്കാൻ പോയപ്പോഴാണ് സോപ്പ് ഇവിടുത്തെ ഓർമ്മയില്ലേ. നാട്ടിൽ നിന്ന് വരുമ്പോൾ സോപ്പ് എടുക്കാതെ പോകുന്നത്, എന്ത് ചെയ്യാൻ. ഇനിയിപ്പോൾ ഇവിടുന്ന് വാങ്ങിക്കാം. ഇവിടെ വയ്യോരത്ത് ഒരുപാട് കടകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഗ്രാമപ്രദേശമായതുകൊണ്ട്. പിന്നെ റൈഡേഴ്സ് നല്ല കൂടുതലായിട്ട് നമ്മൾ കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ നിലവിൽ ചൂടായതുകൊണ്ട് ചൂടിനെ ഓവറൊക്കെ ചെയ്യാന്നുള്ളത്. ഊട്ടിക്ക് ചൂട് സമയത്ത് നമ്മൾ വരാറ്, പക്ഷെ ഇത് ഭയങ്കര ചൂടാണ്. ഇപ്പോൾ ഡിസംബർ സമയത്ത് വരുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ ആവുന്നത്. കാരണം അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യുക, തണുപ്പും ആസ്വദിക്കാം. പക്ഷേ ഈവനിങ് ആകുമ്പോൾ പ്രശ്നമില്ല കേട്ടോ. ഇവിടെയൊക്കെ നാടൻ ഭക്ഷണങ്ങളുണ്ട്, നമ്മളെ മലയാളത്തിലുള്ള ബോർഡ് കണ്ടോ. പക്ഷേ വൃത്തി എന്ന സാധനം ഉണ്ടാവില്ല. ഭക്ഷണം കൊള്ളാം എന്നുണ്ടാവും, വൃത്തി ഉണ്ടാവില്ല, ഹൈജീനിക് ആവും. ഈ ഏരിയ ഫുള്ള് കടകളാണ്.
ഈ സ്ഥലം കിടക്കുന്ന ഓൾമോസ്റ്റ് മസനഗുഡി ടൗണിൽ തന്നെയാണ്. അവിടുന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങാനുള്ളൂ. നിയറായിട്ടാണെങ്കിൽ കേരള മെസ്സ് ഒരുപാടെണ്ണം ഉണ്ട് കേരളയുടെ. മാത്രമല്ല കോഴിക്കട, ഇനിയിപ്പോൾ ഇവിടെ വെച്ച് കുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും നടക്കും. ബേക്കറി ഐറ്റംസ് അങ്ങനെ ഉണ്ടാവും. മാത്രമല്ല ബാറാണെങ്കിൽ അതും ഇവിടെ വേറെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. കേരള മെസ്സ് എന്ന് പറഞ്ഞൊരു മെസ്സ് തന്നെ ഉണ്ട് കണ്ടോ. ഇവിടുത്തെ ആളുകളുടെ സ്വഭാവമാണ്. എന്നെ ഇടവൈകിയിട്ടില്ല. എന്നാലും നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാൾ വരുമ്പോൾ നമ്മൾ അറിയാത്തവരെ പോലെ നമ്മൾ സംസാരിക്കാറില്ല. പക്ഷെ തമിഴന്മാർ അവരറിയാത്തവരെ മാതിരിയല്ല ഡീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ പലചരക്ക് കടയിൽ ആകെ മുഷിഞ്ഞാണ്. ഈ ലൊക്കൊന്നും നോക്കണ്ട, ആകെ മുഷിഞ്ഞ ആപ്പീസായിക്കണം. ഈ ലൊക്കൊന്നും കാണണ്ടായിരുന്നു. ഇവിടെ സോപ്പ് നമ്മൾ വാങ്ങിക്കാൻ വന്നു. വേണം വേണം. അവൻ എൻ്റെ അടുത്തേക്ക് ബിസ്ക്കറ്റിന് വേണ്ടി വന്നിങ്ങനെ സാധനം വാങ്ങിക്കുന്നുണ്ടോ. അവന് കഴിക്കുന്ന ബിസ്ക്കറ്റ് അടിക്കും. ഇതാണ്ട ബിസ്ക്കറ്റ് കൊടുത്തിട്ടു. അവനവിടെ കഴിക്കാനുള്ള ഇട്ട് കൊടുത്ത് ഞാനിങ്ങ് പോന്നു. എനിക്ക് പേടിയാ. നമുക്ക് ഇതിനെ തൊട്ടാൽ നജസാണ്. പക്ഷെ അത് പാവം പിടിച്ച് എന്തുവാ ഭക്ഷണം കഴിക്കുന്ന വെക്കുമ്പോൾ ചോദിച്ചു വന്നല്ലേ കഴിക്കട്ടവന്. ഇതാ ഒരു സോപ്പും പൊടി വാങ്ങിച്ചിരുന്നു നേരെ റൂമിലോട്ട്. ഇവിടെയൊക്കെ നിറച്ച് നായ്ക്കളാണ്, ഊട്ടി നായ്ക്കളാണ്. ഇവറ്റകളെ കടി അടിക്കുന്നൊരു പേടിയാണ്. അടുത്തായിട്ടൊരു വിഗ്രഹം കണ്ട നിങ്ങൾ. തമിഴ്നാട്ടിലെ ഒരുവിധം എല്ലാ സ്ഥലത്തും പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുവിധം എല്ലായിടത്തും ഇതുപോലെയുള്ള ഓരോ ബിംബങ്ങൾ. അവരാചാരം. ഇവിടെ കോഴിക്കണ്ട കണ്ടോ നിയറായിട്ടെല്ലാം ഉണ്ട് ഇവിടെ. പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരേ ഒരു കാര്യമുള്ളൂ, ഇവിടെ ഈ ആടുകളെയും ഞാൻ പേടിച്ചു പോയി. ലവനെ വീട്ടിൽ വളർത്തുന്ന നായി പേടിച്ചു പോയി. ഞാനെങ്ങനെ കടിച്ചാൽ വന്നതായിരുന്നു. എല്ലാത്തിനും വീട്ടിലൊരു നായുണ്ട്, പോരാത്തിന് വളർത്തുന്നത്. ഇവിടെ അധികം സഫാരി ഡ്രൈവിംഗ് ആണ് കേട്ടോ. ക്യാഷ് ഉണ്ടെങ്കിൽ സഫാരി ചെയ്യാം. നമ്മളെ സ്വന്തം വണ്ടിയായിട്ട് പോകാൻ ഭയങ്കര ലിമിറ്റേഷനാണ്. അങ്ങനെ ഈവനിങ് ആയി. നൈറ്റിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുത്തുള്ള കേരള മെസ്സിൽ തന്നെ കയറി. രണ്ട് പൊറാട്ടയും പിന്നെ ഒരു കോഴിക്കറിയാണ് പറഞ്ഞത്. 2 പൊറോട്ടയ്ക്ക് ഇവിടെ 50 ഉറുപ്പിക ചാർജ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി നാളെ കാണാം. ഓക്കെ, ബൈ.